മലയാള സിനിമാ ചരിത്രത്തിന്റെ പരിണാമം വിവരിക്കുന്ന സിനിമാസ്കോപ്പ് നോവൽ പ്രകാശനം ചെയ്തു. രൂപേഷ് കുമാറിന്റെ നോവൽ മാമുക്കോയാണ് പ്രകാശനം ചെയ്തത്. വർഷത്തെ മലയാള സിനിമയിലെ ചരിത്രമാണ് നോവൽ രൂപത്തിൽ പുറത്തിറക്കിയത്. മുഖ്യധാര സിനിമകൾക്കൊപ്പം ചെറു സിനിമകളെക്കുറിച്ചും നോവലിൽ വിവരിക്കുന്നു. സിനിമാ ആസ്വാദകന്റെ കാഴ്ചയാണ് നോവലായി മാറിയത്. ഒരു മെയിൻ സ്ട്രീം സിനിമയെ പ്രധാനമായിട്ടും ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ആ മെയിൻ സ്ട്രീം സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം സിനിമ കാണുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം സിനിമയ്ക്ക് പുറത്തുള്ള പല സിനിമാ പ്രവർത്തനങ്ങളും നടത്തുന്നതും അങ്ങനെയുള്ള ഒരു 40 വർഷത്തെ ചരിത്രം. സിനിമാസ്കോപ്പ് മലയാള സിനിമാ ലോകത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മാമുക്കോയ പറഞ്ഞു. ഓരോ സിനിമയെ പറ്റി പറയുമ്പോഴും ഭയങ്കര ഓർമ്മശക്തിയാണ് രൂപേഷിന്റെ എഴുത്തിലൂടെ മനസ്സിലാവുന്നത്. ഏതായാലും ക്യാമറയും ഫിലിമും സബ്ജക്റ്റും സമൂഹവും ചരിത്രമൊക്കെ തന്നെയാണ് രൂപേഷിൻ്റെ തലക്കകത്ത് മുഴുവൻ. എന്നെങ്കിലും രൂപേഷ് ഒരു സിനിമ എടുക്കുന്നുള്ളത് ഉറപ്പാണ്. ദളിതുകളുടെ സിനിമാസ്വാദനവും കാഴ്ചയുടെ മാറുന്ന സംസ്കാരവും നോവലിൽ പ്രതിപാദിക്കുന്നു. മീഡിയ 1 കോഴിക്കോട്. പുസ്തകത്തിന്റെ രചയിതാവ്, സിനിമാസ്കോപ്പിന്റെ രചയിതാവ് രൂപേഷ് കുമാർ തന്നെയാണ് ഇന്ന് മോർണിംഗ് മുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. രൂപേഷ്, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. സിനിമാസ്കോപ്പ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു കാഴ്ചയാണെന്നുള്ളത്. എന്താണ് സിനിമാസ്കോപ്പ് എന്ന പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്? സിനിമാസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു 40 വർഷത്തെ സിനിമയുടെ ഒരു കാഴ്ചയുടെ ചരിത്രമാണ്. അപ്പം ഞങ്ങളൊക്കെ ജനിച്ചത് ഒരു 1977 ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിൽ സിനിമാസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സങ്കേതം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മുതൽ നമ്മൾ കണ്ടുവന്ന സിനിമകൾ, ആ സിനിമകളുടെ ഓർമ്മകൾ, അതുപോലെ തന്നെ ടാക്കീസുകളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്, അതുപോലെ തന്നെ ടെലിവിഷനുകളിലൂടെ നമ്മൾ സിനിമകൾ എങ്ങനെയാണ് കണ്ടത്, അതുപോലെ തന്നെ തമിഴ് സിനിമകൾ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമയിലെ പോലും മെയിൻ സ്ട്രീം കാഴ്ചകൾക്കപ്പുറമുള്ള 2ാം തരം 3ാം തരം സിനിമകൾ, ഇവയൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്, അതുപോലെ സി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്, അതുപോലെ തന്നെ ഈ തിയേറ്ററുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ അവസാനിച്ചു പോകുന്നു. അതുപോലെ തന്നെ കാഴ്ചയുടെ തന്നെ സാങ്കേതികതകൾ മാറുന്നു. അതായത് മെയിനായിട്ടുള്ള തിയേറ്ററുകളിൽ നിന്ന് കാഴ്ചകൾ പിന്നീട് ടെലിവിഷനിലേക്ക് മാറുന്നു, ടെലിവിഷൻ CD-യിലേക്ക് മാറുന്നു, VCP, വീഡിയോ കാസറ്റുകൾ, അതുപോലെ തന്നെ പിന്നീട് ചെറിയ ഫോണുകളിൽ യൂട്യൂബിൽ സിനിമ കാണുന്നു. ഇങ്ങനെ കാഴ്ചയുടെ വിവിധങ്ങളായിട്ടുള്ള പല രൂപങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരു പക്ഷേ 80-കൾ 90-കൾ 2000 ഈ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച മനുഷ്യന്മാരാണ് നമ്മൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയുടെ കാഴ്ചയുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മകളിൽ നിന്ന് ചെകഞ്ഞെടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണിത് നടത്തുന്നത്. അപ്പം സിനിമയിലേക്ക് ശ്രമിക്കുകയും അതുപോലെ തന്നെ സിനിമ ആഗ്രഹമായി നടന്നിട്ടുള്ള ഒരു തലമുറയുടെ കഥ കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ആ ഒരു സാങ്കേതികയും അല്ലെ സിനിമയിൽ നമുക്കൊക്കെയുള്ള ഒരു സ്കോപ്പ് എന്താണ് എന്നൊക്കെ തരത്തിലും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ സിനിമാസ്കോപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ തച്ചോളി അമ്പു, നവോദയ അപ്പച്ചൻ, അങ്ങനെ കുറെ പേരുകൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ തച്ചോളി അമ്പു ഒക്കെ തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ തച്ചോളി അമ്പു ആണെന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ സിനിമ കാണുന്നത് മുതൽ പിന്നീട് നമ്മുടെ ഒരു ജീവിതത്തിൽ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ നമ്മൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ തിയേറ്ററുകളിൽ പോയി ഇടിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ പയ്യന്നൂർ ശാന്തി എന്ന് പറയുന്ന ഒരു ടാക്കീസിൽ, അതായത് കണ്ണൂർ കിങ് എന്ന് പറയുന്ന സിനിമ അടുപ്പിച്ച് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച 3 ദിവസം അടുപ്പിച്ചൊക്കെ പോയി നമ്മൾ ഇടിച്ച് നിന്ന് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ക്രേസായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടതിന് നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ കണ്ടതിന് നമുക്ക് കുടുംബത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ചീത്തവിളികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സംസ്കാരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി ഈ തിയേറ്ററുകളിലൊക്കെ. അതുപോലെ അത് വലിയൊരു ജീവിതത്തിൻ്റെ വലിയ ടെക്സ്റ്റ് ബുക്കായിരുന്നു. അതിനകത്ത് നിന്ന് പെരുമാറുക, അതിനകത്തെ തമാശകൾ, അതിനകത്തെ കണ്ണീര്, വിരഹങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ കേരളത്തിലെ ടാക്കീസുകളിൽ ആ സമയത്ത് സംഭവിച്ചിരുന്നു. ഇതിനകത്ത് ഈ ക്യൂ നിൽക്കുമ്പോഴുള്ള പലപ്പോഴുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ അതിനൊരു സ്കോപ്പ് ഉണ്ട്, അതിന് എഴുത്തിനൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു തരത്തിലൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളിതിന് എഴുത്തിലേക്ക് വരുന്നത്. അതൊക്കെ കുറിച്ചിടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നി എന്നുള്ളതാണ്. രൂപേഷ് എന്നൊരു ഡോക്യുമെൻ്ററി സംവിധായകനെ എല്ലാവർക്കും അറിയാം, അത്രയും സിനിമാ പ്രേമിയാണെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ലേ ഒരു സിനിമ സ്കോപ്പ് എന്നുള്ള നോവലിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നോവൽ എഴുതണം എന്നുള്ളൊരു നേരത്തെ മുൻകൂട്ടി കരുതിയതാണോ, അതോ സിനിമയോടുള്ളൊരു സ്നേഹമാണോ? നോവൽ എഴുതണമെന്ന് മുൻകൂട്ടി കരുതിയൊന്നുമല്ല. ഇത് ഭയങ്കര രസകരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള സിനിമ ഭ്രാന്ത് തന്നെയാണ് നമുക്ക്. സിനിമയല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ചിലപ്പം ഈ നോവലിൽ തന്നെ ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുമെന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരും, എത്ര വലിയ തകർച്ചയിൽ നിന്നാണെങ്കിലും എന്നുള്ള. അപ്പം ഞാനിത് നോവൽ എഴുതണം എന്ന് എനിക്ക് ഒട്ടും എഴുത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ആഗ്രഹമേ ആയിരുന്നില്ല. ഞാനിത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഈ ഒരു അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി, ഒരു സ്ക്രീൻ പ്ലേ എഴുതി. ആ സ്ക്രീൻ പ്ലേ എഴുതി തിരുത്തുക ഒരുപാട് തിരുത്തലുകൾക്ക് വരുത്തി. ചില സിനിമ പ്രവർത്തകരെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു, അവരുടെ ഉപദേശങ്ങളൊക്കെ നേടി, അവരുമായിട്ട് നിരന്തരമായിട്ട് അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടു, തിരുത്തി എഴുതി. ഈ സിനിമയുടെ പിന്നാലെ, സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കലായിട്ടുള്ള എഫേർട്ടാണ്. അത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ ഇക്കണോമി, അതിൻ്റെ ബാക്കിയുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ക്യാൻവാസ് കൂടിയാണ്. അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആയിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ഓർമ്മകളാണ് എന്നുള്ളൊരു, എങ്ങനെയെങ്കിലും ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു തരത്തിലേക്കാണ് പിന്നീട് ഞാൻ അന്വേഷിക്കുന്നത്. എഴുത്തിൻ്റെ ഒരു സാധ്യത, അതൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടോ ഒന്നുമല്ല, എഴുത്തിൻ്റെ ഒരു സാധ്യതയിൽ ഇത് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് പിന്നീട് നോവലിലേക്ക് എത്തുന്നത്. പക്ഷേ നോവൽ എഴുതുക എന്ന് പറയുന്ന പ്രോസസ്സ്, പിന്നെ ഇത് ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ അഭിരമിക്കുന്നത് കൊണ്ട് തന്നെ നോവൽ എഴുതുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഓർമ്മകൾ ഇങ്ങനെ കുറിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് എഴുതാൻ വേണ്ടി പറ്റി, വലിയ ബുദ്ധിമുട്ടില്ലാതെ നോവൽ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പരിചയമുള്ളത് കൊണ്ടാണ് തോന്നുന്നത്, അതിലൊരു ഭാഷ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഷയാണ് നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സീൻ ബൈ സീനായിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലേക്ക്. അതെ, അത് വായിച്ച ചില ആൾക്കാരൊക്കെ പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അധികം കോംപ്ലക്സിറ്റീസ് ഇല്ലാത്ത ഭാഷയാണല്ലോ സ്ക്രിപ്റ്റിൻ്റെത്. അതായത് പിന്നെ വളരെ നിർഗളമായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതൊന്നും വേണ്ട സ്ക്രിപ്റ്റിന്. കൃത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ നമ്മൾ എന്താണോ പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ ഒരുപാട് പേര് പിന്നീട് ക്രിയേറ്റീവായിട്ട് അത് വീണ്ടും വർക്കൗട്ട് ചെയ്യും, ക്യാമറമാൻ, ഡയറക്ടർ, എല്ലാവരും എന്നുള്ള. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു സെൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ നോവലിലും വളരെ ചെറിയ സെൻറ്റൻസുകളൊക്കെ വെച്ച് വളരെ ഡയറക്റ്റായിട്ട് തന്നെ അധികം കോംപ്ലക്സിറ്റീസ് ഇല്ലാതെയാണ് ഈ നോവൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാധാരണക്കാരായിട്ടുള്ള ചുരുക്കം സുഹൃത്തുക്കൾ ഇത് വായിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സെൻറ്റൻസുകളൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒരു സ്മൂത്ത് റീഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാനൊരിക്കലും ഒരു എഴുത്തുകാരനല്ല, പക്ഷേ ഒരു വിഷ്വലൈസറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് സാധാരണക്കാരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഒരു റിതം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്ന് തോന്നുന്നു. രൂപേഷിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ രൂപേഷ് ഈ ഓൺലൈൻ ഇടങ്ങളിലൊക്കെ ആയാലും ഒരു ദലിത് സാന്നിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ഈ എഴുത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു സംശയമില്ല. നമ്മൾ ഓൺലൈൻ ഇടങ്ങളിൽ ഓർഗാനിക്കായിട്ടാണ് നമ്മൾ പ്രതികരിക്കുക. വളരെ ഓർഗാനിക്കായിട്ട് ചില രാഷ്ട്രീയ സന്ധികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പിന്നെ നമ്മളതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളതായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വളരെ ഓർഗാനിക്കായിട്ട് പ്രതികരിക്കുമ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിൽ നമ്മൾ ഓൺലൈൻ ഇടങ്ങളിൽ നമ്മളൊരു പുതിയ മാധ്യമം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഈ നോവലുണ്ട്. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റീനെ നിരാകരിച്ചുകൊണ്ട് നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത് വലിയ കളവ് പറയലായിരിക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അത് കൃത്യമായിട്ടും നമ്മൾ ജീവിച്ചിട്ടുള്ള ഒരു ജീവിതം എന്താണെന്നും നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നും നമ്മുടെ ഒരു ജോഗ്രഫി എന്താണെന്നും, അതായത് ജോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ വളരെ പിന്നെ സമത്വസുന്ദരമായ ഗ്രാമസങ്കല്പങ്ങളിൽ നിന്നൊക്കെ വേർപെട്ടുകൊണ്ട് ഈ മെയിൻ സ്ട്രീം ആയിട്ടുള്ള റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പുറകിൽ നിൽക്കുന്ന ചില ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. ആ ദേശങ്ങൾക്കൊക്കെ പറയാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവ പരിസരങ്ങളുണ്ട്. അതായത് ആത്മകഥാംശമുള്ള ഒരു നോവലായിട്ട്. തീർച്ചയായിട്ടും ഇത് ആത്മകഥാംശപരമായിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. പക്ഷേ ആത്മകഥ എഴുതുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് വളരെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നല്ല. പിന്നെ നമ്മൾ എന്തായാലും അതിനകത്ത് കളവ് പറയേണ്ടി വരും.
കളവ് പറയുമ്പോൾ നോവലാണെങ്കിൽ പിന്നെ നമ്മൾ ഫിക്ഷണലൈസ് ചെയ്തു എന്ന് പറയും. അതായത് എൻ്റെ കളവുകൾ കൂടെയാണ് ഈ സാധനം. അല്ലാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആത്മകഥാപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് എഴുതുമ്പോൾ അയാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, അയാളെക്കുറിച്ച് ഞാൻ പറയുന്ന പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല ആ മനുഷ്യന്. അതുകൊണ്ട് തന്നെ ചില റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അത്തരത്തിലാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ നിന്നുള്ള ഇത് തന്നെയാണ്, പിന്നെ എക്സ്പ്രഷൻ തന്നെയാണ് ഈ നോവൽ. സത്യത്തിൽ ഇതിൽ അടയാളപ്പെടുത്തുന്നത് മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രമാണ്. ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വരികയാണ്, സമകാലിക കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതൊരു കണ്ണൂരിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക കൂടി ചെയ്യുന്നു എന്ന് മാത്രം. അതെ. പക്ഷേ മലയാള സിനിമ എപ്പോഴും ജീവിതങ്ങളെ ആവിഷ്കരിക്കുകയാണ് ചെയ്യാറുള്ളത്. മനുഷ്യ ജീവിതങ്ങളെ തന്നെ, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതങ്ങളെ തിരിച്ചുമുണ്ടാവാറുണ്ട്. അതായത് ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സിനിമയിൽ തിരിച്ച് അങ്ങോട്ടും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ പലതരത്തിൽ ചലച്ചിത്രങ്ങളെ സ്കെച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ സ്ത്രീ ജീവിതങ്ങളെ ചെയ്തിട്ടുണ്ട്, സാമൂഹികാവസ്ഥയെ പ്രതിപാദിച്ചിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അങ്ങനെ പല ഘട്ടങ്ങളും. അങ്ങനെ നോക്കുമ്പോൾ രൂപേഷിന് ഈ പുസ്തകം വന്നു നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദളിത് ഇഷ്യൂ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇഷ്യൂ തുടങ്ങിയ ഒരു പ്രത്യേക മേഖലയിലേക്ക് മാത്രമാണ് എന്ന് ചുരുക്കി പറയാൻ കഴിയും? ഒരിക്കലും ഇല്ല. ഇത് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു വാക്കാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദളിതർക്ക് ഇഷ്യൂ മാത്രമൊന്നുമല്ല. നമ്മൾ ഇതിനകത്ത് ഞാൻ വളരെ ഇതിൻ്റെ ചിത്രീകരണം നടത്തുന്ന അനിൽ ഇ വി എന്ന് പറയുന്ന അനിലേട്ടനോട് ഞാൻ പറഞ്ഞൊരു കാര്യം, അനിലേട്ടാ, നമ്മൾ ഈ നോവൽ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും നമ്മൾ ദളിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തര കരച്ചിലൂടെ പോകുന്ന ആൾക്കാരാണെന്നും നിരന്തരം സ്ട്രഗിളുകളിലൂടെ പോകുന്ന ആൾക്കാരാണെന്നും നിരന്തരം പൈപ്പിൻ്റെ മുന്നിൽ വെള്ളത്തിന് നിൽക്കുന്ന ആൾക്കാർ, അതൊന്നുമല്ല. അതിനപ്പുറം നമുക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ലൈഫുണ്ട്. അതായത് നമ്മൾ സിനിമാ തിയേറ്ററുകളിലൊക്കെ പോകുന്ന വളരെ രസകരമായിട്ടാണ് പോവുക. അതുപോലെ തന്നെ നമ്മളെ കോളനികളിലൊക്കെ നമ്മൾ തമാശ പറയുക, കളിക്കുക, ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഈ സാധനമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഗതികേടിൻ്റെ കഥ പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ദളിത് എന്ന് പറഞ്ഞാൽ നിരന്തര രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട്, ഇഷ്യൂസിനെ സംസാരിച്ചുകൊണ്ട് പെരുമാറുന്നൊരു കമ്മ്യൂണിറ്റി മാത്രമല്ല, അതിനപ്പുറം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ലൈഫുകളുണ്ട്. അതാണ് ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത്. അതൊരു പൊളിറ്റിക്സാണ്. അതായത് ദളിതർ എങ്ങനെയാണ് എൻ്റർടൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സൊസൈറ്റിയിലെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാർ എങ്ങനെയാണ് അവരെ സ്വയം ആഘോഷിക്കുന്നത്, അതൊക്കെയാണ് എന്നല്ല. ഞാനിത് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു ആംഗിളിലാണ് ഈ പുസ്തകം വായിച്ചത്. പക്ഷേ അദ്ദേഹം തിരിച്ചെന്നോട് പറഞ്ഞ ഒരു ഭയങ്കര രസകരമായിട്ടൊരു കാര്യമാണ്, എടാ ഇത് എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല, ഇതിനകത്ത് വേറെ ലൈഫുണ്ട്. അതായത് ഇതിനകത്ത് നീ ഇതിനെ വെറുതെ എന്താ പറയുക തമാശയായിട്ട് കാണരുത്. എൻ്റർടൈനിങ് മാത്രമൊന്നുമല്ല, ആ എൻ്റർടൈനിങ്ങിൻ്റെ അടിയിൽ ദേശരാഷ്ട്രപരമായിട്ട്, അതുപോലെ തന്നെ സാമൂഹികമായിട്ട്, അതുപോലെ തന്നെ അക്കാദമിക്കലായിട്ടൊക്കെ പലയിടത്തുനിന്ന് പുറന്തള്ളപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുടെ കരച്ചിലുകൾ ഇതിനകത്തുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആംഗിളുകളിലൂടെ പറയാം. അതിനകത്ത് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളാണ് ഈ പുസ്തകം എന്നുള്ളത്. അല്ലാണ്ട് നമ്മളൊരു ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഈ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു രീതിയിൽ വലിയ എന്റർടൈൻമെന്റ് ആണെങ്കിലും അതിനകത്തും ഒരു രാഷ്ട്രീയമുണ്ട്, അതിനകത്തും ചില ജീവിതങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമകൾ എന്ന് പറയുമ്പോൾ പാരലൽ സിനിമകളെ മാത്രമാണ് ഒരുപക്ഷെ റിവ്യൂവേഴ്സും അതുപോലെ തന്നെ വിമർശകരും ഒക്കെ ചർച്ച ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് മുന്നേ പോലും സിനിമകൾ ആ സിനിമയെ വിലയിരുത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പോലും ഓൺലൈൻ മേഖലകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സിനിമയും നമ്മൾ വിലയിരുത്തപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകൾ പോലും അല്ലാത്ത പല അപരങ്ങളായിട്ടുള്ള സിനിമകളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് ഈ നോവലിലൂടെ നമ്മൾ പറയുന്നതല്ല, ഒരുപക്ഷെ വിമർശനപരമായിട്ട് പിന്നീട് വായിക്കപ്പെട്ടേക്കാം. എന്തായാലും സിനിമാസ്കോപ്പ് പറഞ്ഞു വയ്ക്കുന്നത് മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്. പുതിയ തലമുറയിലെ വായനക്കാർക്ക് അതൊരു വലിയ പ്രതീക്ഷയും മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും പുസ്തകത്തിനെ കുറിച്ച് വളരെ നല്ല റിവ്യൂസ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ ദിവസം തന്നെ അതിഥിയായി ചേർന്നതിൽ വളരെയധികം സന്തോഷം. നന്ദി.